രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു, വൈറലാവെന്ന് പറഞ്ഞു. വേറെ ഒന്നല്ല, എനിക്ക് ലിസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ജസ്റ്റ് ക്യാമറ മരിച്ച വീട്ടിൽ പോലും കോട്ടിട്ടിട്ട് പോകുന്ന ഒരു മനുഷ്യൻ ഇത്രയും ചൂടുള്ളപ്പോൾ ആരെങ്കിലും വിചാരിക്കും അങ്ങനെ? അതാണ് ബി ഡിഫറെന്റ് എന്നുള്ളതാണ്. ഇത്രയും കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ്. 15 ലക്ഷം രൂപയുടെ സ്വർണ്ണ ആഭരണം വന്ന ഷീലു എബ്രഹാം കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നൊസ്റ്റാൾജിയുടെ സ്ഥലമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ഓസ്കാർ അവാർഡ് പോലത്തെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ജന്മം നൽകിയ സ്ഥലമാണ് ഈ വീട്, ഈ സ്ഥലം. പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം. Tini Tom and Senthil. Our Lulu and Sarang Jay Prakash, please. ചിത്രം കൂടിയായിരിക്കും ഇത്. ചിത്രത്തിന്റെ ആശംസകൾ. ഈ സിനിമ നിർമ്മിക്കാനായിട്ട് ലിവൈസിന്റെ പുതിയ ഷർട്ട്, വെള്ള ഷർട്ട് ഇട്ട് വന്ന എബ്രഹാം ചേട്ടനും 15 ലക്ഷം രൂപയുടെ സ്വർണ്ണ ആഭരണം വന്ന ഷീലു എബ്രഹാം കൂടെ ചേർന്നാണ് ഇന്ന് ഈ സിനിമ ഇവിടെ നിർമ്മിക്കുന്നത്. എൻ്റെ ആദ്യ സിനിമയുടെ ഹീറോ ആയ റഹ്മാനിക്ക ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ ബിഗിനിങ്ങിൽ മുതൽ ഞാൻ ഇതിന്റെ ചർച്ചയിലുണ്ടായിരുന്നു. ഇന്നലെ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞപ്പോൾ അതിന്റെ ഫോട്ടോ വരെ എനിക്ക് അയച്ചു കിട്ടിയിരുന്നു. എനിവേ വളരെയധികം ഹാപ്പി. പിന്നെ ഒമർ സംസാരിക്കുമ്പോൾ തന്നെ ഒത്തിരി ഫണ്ണുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമയിൽ ഒമർ ഫണ്ണ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ സിനിമയിൽ കൂടുതൽ ഒമറിന്റെ ഫണ്ണുകൾ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. അപ്പോൾ സിനിമകൾ എല്ലാം സംഭവിച്ച് ഹിറ്റ് ആവേണ്ടതാണ്. അപ്പം ഈ സിനിമയ്ക്ക് ഒരുപാട് വലിയ വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പക്ഷേ എബ്രഹാം ചേട്ടന് പൈസ ഒരുപാട്, ഒരു MBA കാരനോട് ആയതുകൊണ്ടിട്ട് പൈസ ഒത്തിരി കിട്ടിക്കഴിഞ്ഞാൽ അത് എങ്ങനെ സൂക്ഷിക്കണം, എങ്ങനെ ഡൈവേർട്ട് ചെയ്യണമെന്ന് അറിയാവുന്ന ഒരാളും കൂടിയാണ്. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാനും കൂടെ സഹായിക്കാം എന്നോട് പറഞ്ഞുകൊണ്ടിട്ട് നന്ദി, നമസ്കാരം. നൊസ്റ്റാൾജിയുടെ സ്ഥലമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു ഓസ്കാർ അവാർഡ് പോലത്തെ ലോകത്തുള്ള എല്ലാ മലയാളികളും ഇന്നും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ജന്മം നൽകിയ സ്ഥലമാണ് ഈ വീട്, ഈ സ്ഥലം. പഞ്ചാബി ഹൗസ് എന്ന് പറയുന്ന ചിത്രം. ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും കൂടി എന്നെ വിളിച്ചപ്പോൾ ഇവിടെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു ഹിറ്റിൻ്റെ മണമുണ്ട് ഇതിന്. കഥ കേട്ടപ്പോഴും എനിക്ക് അത് വളരെ സത്യസന്ധമായിട്ട് തോന്നി. ഇത് നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്ന സിനിമയുടെ പഴയ പാറ്റേൺ, പല പാറ്റേൺ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ആ പാറ്റേൺ എല്ലാം പുതിയ രീതിയിൽ ക്രിയേറ്റ് ചെയ്തു. ആ വിധത്തിലാണ് എൻ്റെ റൈറ്ററും ഡയറക്ടറും കൂടി എന്നോട് പറഞ്ഞത്. പിന്നെ എൻ്റെ ക്യാരക്ടറും ഞാൻ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. മാത്രമല്ല ഇതിലെ എല്ലാ ക്യാരക്ടറൈസേഷനും ഭയങ്കര പുതുമയുണ്ട്. കഥയുടെ കണ്ടന്റ് ഭയങ്കര പുതുമയുണ്ട്. അതിൻ്റെ സ്റ്റോറി തന്നെ ഭയങ്കര പുതുമയുണ്ട്. ഒരു നല്ല ഹിറ്റ് സിനിമ ഉണ്ടാക്കാനായിട്ട് ഒമറിനറിയാം. അതുപോലെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ പ്രൊഡ്യൂസറും. അതുകൊണ്ട് ഇതൊരു വൻ ഹിറ്റായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഫസ്റ്റ് ഒമറിലല്ലോ എന്നെ വിളിച്ചത് ഒരു ഈ പടത്തിൽ അഭിനയിക്കണം പറഞ്ഞ ഒരു ക്യാരക്ടർ പറയുമ്പോൾ തന്നെ പുള്ളിച്ചിരിക്കുകയാണ്. ഒരു റൈറ്റർ എടുത്തുള്ള ഫോൺ പറയില്ല ഒരു കഥാപാത്രം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു ഡയറക്ടറും ശരി റൈറ്ററും ശരി റൂം എടുത്തിട്ട് എന്നെ വിളിച്ചിട്ട് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കാരണം ഒരു ക്യാരക്ടറായിട്ട് ഒരു റിയൽ ലൈഫിൽ ദേ ആർ ലവിങ് മീ അല്ലേ. മനസ്സിൽ ഒരാളെ സ്നേഹിച്ചു പോയാൽ ഡയറക്ടറുടെ മനസ്സിൽ ഒരു സ്നേഹം ഉണ്ടായാൽ ആ കഥാപാത്രം എവിടെ എത്തും. സോ താങ്ക്സ് ഫോർ ബിലീവിങ് മീ. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആക്ച്വലി 1 വർഷമായി എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ 1 വർഷം കഴിഞ്ഞ് പടത്തിൽ അഭിനയിക്കാൻ പറഞ്ഞു. എൻ്റെ പടത്തിൻ്റെ ഓൺ പ്രൊഡക്ഷൻ പൂജയായിരിക്കും ആദ്യം എന്ന് വിചാരിച്ചു. അടുത്ത മാസം തുടങ്ങാം, ഇനി ഏകാണ്ട് ദിവസങ്ങൾ. പക്ഷെ അതിനു മുമ്പേ ഈ പടത്തിൻ്റെ പൂജയിൽ റഹ്മാനിക്ക അഭിനയിക്കുന്ന, നമ്മുടെ സുഹൃത്തുക്കളെല്ലാവരും അഭിനയിക്കുന്ന ഈ പടത്തിൻ്റെ പൂജയിൽ ഞാൻ വന്നത്, ഫസ്റ്റ് ഇവിടെ എത്തിയത് ഇന്നും വളരെ സന്തോഷമാണ്.
അപ്പം ഞാൻ ഇവിടെ വന്നു, സ്റ്റേജിൽ വന്നു, ആത്മാത്മായിട്ട് പ്രാർത്ഥിച്ചു, എല്ലാവർക്കും ബൈ ബൈ പറഞ്ഞു, ഒരു 2 വാക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു, വൈറലാവെന്ന് പറഞ്ഞു. വേറെ ഒന്നല്ല, എനിക്ക് ലിസ്റ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ജസ്റ്റ് ക്യാമറ നോക്കിയാൽ മതി, തിരിച്ച് നോക്കാം. അവിടെ ലിസ്റ്റൻ നിങ്ങളെ കുറിച്ചാണ് പറയുന്നത്. പുള്ളി വണ്ടി എടുത്താലേ എനിക്ക് പോകാൻ പറ്റില്ല. പുള്ളി എൻ്റെ വണ്ടി ലോക്ക് ചെയ്തിരിക്കുക. ഞാനും ഒരു അരമണിക്കൂറായിട്ട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും പടത്തിന്റെ പേര് പറഞ്ഞോ? യു ആർ എ ബാഡ് ബോയ്. ഓക്കെ, എല്ലാവർക്കും എന്താ ഈ പടത്തിന്റെ വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം, അടിച്ച് പൊളിക്കാം. താങ്ക് യു. ഷീലു എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത് എന്നിലൂടെയാണ്. ആ ഒരു സത്യം ഞാൻ പറയുകയാണ്. കാരണം മംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ വൈഫായിരുന്നു, മമ്മൂക്കയുടെ പടമായിരുന്നു. അന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രൊഡ്യൂസർ ആവുന്നു. പക്ഷെ നന്നായിട്ട് ഞാൻ നിന്നതുകൊണ്ട് ഇപ്പോഴും അബാമിലിയാനുണ്ട്. ഷീ ടാക്സി എന്ന് പറയുന്ന അബാമിൻ്റെ സിനിമയിലുണ്ടായിരുന്നു. സംവിധായകൻ കൂടി തീരുമാനിച്ചാലേ ആ ഒരു സിനിമയിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒമറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. കാരണം ഞാൻ അദ്ദേഹത്തിന്റെ ഫാൻ എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂവിലെ ഫാനാണ്. കൃത്യമായിട്ട് ഒരു കലാകാരൻ വേണ്ട സമയത്ത് പ്രതികരിക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാത്തമായ ഉദാഹരണമാണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എന്തായാലും നമ്മൾ ആകൃഷ്ടരാകുമ്പോൾ നമ്മളിലേക്കും ആകൃഷ്ടരാകും എന്ന് പറയുന്ന പോലെ എന്നെ വിളിച്ചു. സന്തോഷം, താങ്ക് യു. അതുപോലെ ലിസ്റ്റിന് അമ്മയിലൊരു മെമ്പർഷിപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. 2 സിനിമയും കൂടി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഉണ്ടാവും. പക്ഷെ ഇന്നിവിടെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് റഹ്മാൻ സാറിന്റെ സാന്നിധ്യമാണ്. കാരണം ഞാൻ കാണാൻ കൊതിച്ചിട്ടുള്ള കാരണം ഞാൻ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചു നിന്നിട്ടുണ്ട് റഹ്മാൻ സാർ എൻ്റെ വീടിൻ്റെ അടുത്ത്. അദ്ദേഹത്തിനോടൊപ്പം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പക്ഷേ ഇറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ തന്നെയാണ്. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചു, ഇതും ആഗ്രഹം തന്നെയാണ്, ദൈവം സാധിച്ചു തന്നു. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എനിക്ക് ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത്. ഓപ്പോസിറ്റ് ഞാൻ കുറെ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ബാല പോയ എൻ്റെ ഐശ്വര്യമാണ് ബാല എന്ന് പറയുന്നത്. മരിച്ച വീട്ടിൽ പോലും കോട്ടിട്ടിട്ട് പോകുന്ന ഒരു മനുഷ്യൻ. ഇത്രയും ചൂടുള്ളപ്പോൾ ആരെങ്കിലും വിചാരിക്കും അങ്ങനെ. അതാണ് ബി ഡിഫറെന്റ് എന്നുള്ളതാണ്. ഇത്രയും കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ്. എബ്രഹാം സാറ് എനിക്ക് ഇതിനു മുമ്പുള്ള പടത്തിൽ നല്ല കാശ് തന്നിട്ടുണ്ട്. ഇതിലും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ താങ്ക് യു വെരി മച്ച്. ഇതൊരു ഹിറ്റടിക്കേണ്ട ആവശ്യം എന്റെയും കൂടിയാണ്. ഇവിടെ ഇതിൽ അഭിനയിക്കുന്ന ഓരോരുത്തരുടെ ആവശ്യമാണ്. ആ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും. നമ്മളെയൊക്കെ പടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന ഈ വേളാങ്കണ്ണി മാതാവിന് വിളക്ക് എത്തിക്കുന്നതായിരിക്കും, തിരികെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഗോഡ് ബ്ലെസ്, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ലിസ്റ്റിംഗ് ചേട്ടൻ വന്ന പിന്നെ നമ്മളൊക്കെ ഔട്ടായി. അതാണ് ഫസ്റ്റ്. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു അല്ലല്ലേ, ഇതാണ് ഇല്ല, ഞാൻ നിങ്ങളോട് പറയാം. വളരെ സന്തോഷമുണ്ട്. 2 കാര്യത്തിലാണ്. ഒന്ന്, എനിക്ക് തോന്നുന്നു ബോംബേത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ച് ഒരു നടനെന്ന രീതിയിൽ അഭിനന്ദിച്ച ആദ്യത്തെ വ്യക്തിയുള്ള ഒരാളാണ് ഒമറേട്ടൻ. അദ്ദേഹം ഈ പടത്തിൽ എന്നെ വിളിച്ച് വളരെ സന്തോഷം. റിസൾട്ട് നമുക്ക് തിയേറ്ററിൽ ഇറങ്ങിയിട്ട് നിങ്ങൾ തരും എന്ന് നമുക്കറിയാം. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഇത് അബ മൂവീസിൻ്റെ 15ാമത്തെ ചിത്രമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. 15 നല്ല നമ്പറാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ അഭിനയിക്കുന്ന 21ാമത്തെ ചിത്രമാണ്. അത് 21-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലേറെ സന്തോഷം, ഇതിൽ ഞാൻ ഏറെ ആരാധിച്ചിരുന്ന റഹ്മാൻ സർ ഇതിൻ്റെ ഹീറോ ആയിട്ട് വന്നു. അതുപോലെ തന്നെ ഒരുപാട് മലയാളത്തിൽ നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇന്ന് വന്നിട്ടുള്ളതല്ലാതെ തന്നെ ഇനിയും ഒരുപാട് പേരെ നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ പ്രതീക്ഷിക്കാം. നല്ലൊരു ചിത്രമായിരിക്കും. പിന്നെ എന്താണ്, ഇവിടെ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അബ മൂവീസിൻ്റെ കുടുംബത്തിൽ നിന്നും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. താങ്ക് യു. സ്ക്രിപ്റ്റ് കൈമാറുന്ന ചടങ്ങാണ്. എല്ലാം നല്ലതിനായി വരട്ടെ. താങ്ക് യു സോ മച്ച്.